നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ എങ്ങനെ നിങ്ങളെ മാനേജ് ചെയ്യുന്നു? എൻ്റെ വീട്ടിലെ വേസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ബയോ കമ്പോസ്റ്റിലിടും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് കവറ്, കുപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി കൊടുക്കും. ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ കാണപ്പെടുന്ന വേസ്റ്റ് മാനേജ്മെന്റ് പ്രോബ്ലങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് പ്ലേസുകളിൽ നമുക്ക് വേസ്റ്റ് ബിന്നുകൾ വളരെ കുറവാണ്. ഇനി അഥവാ വേസ്റ്റ് ബിന്നുകൾ ഉണ്ടെങ്കിലും ജനങ്ങളത് ഉപയോഗിക്കുന്നത് കുറവാണ്. ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള താല്പര്യം, അതായത് ഒരു മോട്ടീവില്ല. ഈ ഒരു മോട്ടീവിന് വേണ്ടി പുതിയൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, greenrewards.com എന്ന്. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ഇടുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേസ്റ്റ് കളക്ഷൻ എക്കോ ആക്ഷൻസ് കുറേ ഉണ്ട്. അതിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റൊക്കെ ആയിട്ട് നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് റെഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് വേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന ആളല്ലേ, അതുപോലെ വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീൻ ലീഫ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആയിട്ട് സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് റെഡീം ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതുപോലെ കറക്റ്റായിട്ട് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഗ്രീൻ ലീഫ് ഏൺ ചെയ്തിട്ട് റിവാർഡ് ഡിസ്കൗണ്ട് ആയിട്ട് റെഡീം ചെയ്യാവുന്നതാണ്.